Hi friends, എല്ലാവർക്കും മാസ്റ്റർപീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ നമ്മുടെ ചാനലിൽ ഒരുപാട് എക്സ്പെരിമെന്റ് ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി എക്സ്പെരിമെന്റ് ആണ് ചിക്കനും അതുപോലെ ലേസും കൂടി വെച്ചിട്ടുള്ള ഒരു പരീക്ഷണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ചിക്കനും ലേസും വെച്ചിട്ടുള്ള ആ ഒരു പരീക്ഷണം നടത്തിയാലോ? അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് വിടാം. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സാധനങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. ഒരു വെറൈറ്റി റെസിപ്പിയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട രണ്ട് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ചിക്കനാണ്. ചിക്കൻ നമ്മൾ 4 പീസാണ് എടുത്തിരിക്കുന്നത്, 4 ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ലൈസ് എടുത്തിട്ടുണ്ട്, ഒരു വലിയൊരു പാക്കറ്റ് ലൈസ് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കോൺഫ്ലോർ ആണ്. ഇത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മൈദ നമ്മൾ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത്ര ആവശ്യമുണ്ടോ എന്നറിയില്ല, ഏതായാലും 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ചെറുനാരങ്ങ എടുത്തു. അതുപോലെ തന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇത് 3 കൂടിയും ചതച്ചതിന് ശേഷം അതിൽ നിന്ന് നീരെടുത്തതാണ്. ഇത് 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കറക്റ്റായി ഇത് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച അതായത് പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും കൂടി ചതച്ചതിന് ശേഷം അതിൻ്റെ നീരെടുത്ത് വെച്ചതാണിത്. അപ്പോൾ ഇത് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ അതിൻ്റെ നീര് ആക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഉപ്പൊക്കെ പാകത്തിനുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നല്ല 4 ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. 4 നന്നായിട്ട് കഴുകിയൊക്കെ വെച്ചതാണ്. ജസ്റ്റ് നമുക്കിതിലൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മൾ നന്നായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ഒരു മസാല എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ ഓരോ ചിക്കനായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഓക്കെ, നമ്മുടെ ചിക്കനിൽ നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തൊക്കെ നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ മസാല ചെറുതായിട്ടൊന്ന് അതിലേക്ക് പിടിച്ചതിന് ശേഷം മാത്രം നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞു. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഗ്യാസിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. അതേപോലെ തന്നെ നമ്മളൊരു ചെറിയ ചീനച്ചട്ടി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ചട്ടി ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാം. ഈ കറിവേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ, ഇത് നമുക്ക് ജസ്റ്റ് ഒരു അല്ലി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായി ഇതിൻ്റെ അടിയിൽ പിടിക്കുന്നതൊക്കെ ഒഴിവാക്കാമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഓരോ ചിക്കൻ പീസും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കിത് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി 2 ഉണ്ട്, അതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി നമ്മൾ ലൈസാണ്. അപ്പോൾ ലൈസ് നമ്മളൊരു വലിയ പാക്കറ്റ് തന്നെ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മളിത് പൊട്ടിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊടി ആക്കട്ടോ. അതായത് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മളിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുക്കാം. മൈദ കൂടുതലൊന്നും വേണ്ട കേട്ടോ, 1 ടീസ്പൂൺ മാത്രം മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ലൈസിൽ ഉപ്പ് ഏതെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മളൊരു പാത്രം എടുക്കുന്നുണ്ട്. മറ്റൊരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ 2 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ഈ കോഴിമുട്ടയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മറന്നുപോയതാണ്. ജസ്റ്റ് നമ്മളിതേപോലെ പൊട്ടിച്ചു കൊടുക്കുക.
അപ്പോൾ നമ്മൾ ഇപ്പോൾ 3 പാർട്ടാക്കി ചെയ്തു. ഒന്ന് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചു മസാലയൊക്കെ കൂട്ടിയതിന് ശേഷം. അതുപോലെ തന്നെ നമ്മുടെ ലൈസ് നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുത്തു. പിന്നെ നമ്മളൊരു 2 കോഴിമുട്ട എടുത്തിട്ട് നന്നായിട്ട് പൊട്ടിച്ച് വെച്ച് നന്നായി മിക്സ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചിക്കൻ പീസ് എടുത്തതിന് ശേഷം ഇതിൽ മുക്കി വെക്കുക. ജസ്റ്റ് ഇതുപോലെ മുക്കിയതിന് ശേഷം നമ്മുടെ ഈ ഒരു ലൈസിൻ്റെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതൊന്ന് കവർ ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിയുള്ളത് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. നമുക്ക് നേരെ നമ്മുടെ ഗ്യാസിൻ്റെ അടുത്തേക്ക് പോകാം. നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തു. അതിനുശേഷം നമ്മളൊരു പാത്രം വെച്ചു, നോൺ സ്റ്റിക്കായിട്ട് വെച്ചത്. അതുപോലെ തന്നെ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയുള്ളൂ. കാരണം നമ്മളിത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചാണ്. അതുപോലെ തന്നെ നമ്മുടെ ലൈസും കരിഞ്ഞു പോകും. അപ്പോൾ അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് വെക്കുക. അപ്പോൾ തന്നെ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടോ. ഇത് നമുക്ക് നേരെ കോരിയെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഒരു KFC ആണോ എന്ന് അറിയില്ല, ബ്രോസ്റ്റ് ആണോ എന്ന് അറിയില്ല, ആ ഒരു രീതിയിലായില്ലേ. നല്ല ക്രിഞ്ചി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് രണ്ടും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റെസിപ്പി റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ കോട്ടിങ് ലേസ് ആട്ടോ. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു KFC ആ ലുക്കിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കഴിച്ച് നോക്കണം എത്രത്തോളം ടേസ്റ്റ് ഉണ്ട്, കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതിന് പേര് ലേസ് ചിക്കൻ എന്നിടാം അല്ലേ. അപ്പോൾ ഏതായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എത്രത്തോളം ടേസ്റ്റ് ഉണ്ട്. കണ്ടിട്ട് ഏകദേശം ഒരു KFC ലുക്ക് അല്ലെങ്കിൽ ബ്രോസ്റ്റ് KFCയുടെ ആ ഫ്രൈഡ് ചിക്കൻ്റെ ആ ഒരു ലുക്കൊക്കെ ഉണ്ട്. ഇനി കൂടുതൽ നമുക്കൊരു ലേസും കൂടി വയ്ക്കാം. അടിപൊളി ടേസ്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് ഉള്ളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്തെടുത്തതാണ്. എന്നാലും ഉള്ളൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണ്. നിങ്ങൾ സൗണ്ട് കേട്ടില്ലേ? അതാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റൈറ്റാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റൈറ്റാണ്. നമ്മൾ ഈ ഒരു മാസ്റ്റർ പീസിൽ അപ്ലോഡ് ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വെറൈറ്റി ഐറ്റം ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചിക്കനും ലൈസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ സാധാരണ KFC ചിക്കൻ ഇതൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിനേക്കാൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരിലേക്കും ഒന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.